നമസ്കാരം. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് നേതാക്കൾ പോകുന്നത് അത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും അതൊരു പുതുമയുള്ള കാര്യമല്ല. ഇപ്പോഴിതാ കോട്ടയത്തെ മുൻ എം പി ഇടതുപക്ഷ സഹയാത്രികൻ ഇടതുപക്ഷ നേതാവായ സുരേഷ് കുറുപ്പിനെ കുറിച്ചുള്ള ചില വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം പാർട്ടിയിൽ അസംതൃപ്തനാണ് എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പാർട്ടിയെ രേഖാമൂലം അറിയിച്ചതാണ്. അതായത് പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നു, എന്നാൽ സജീവമായി മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പാർട്ടിയെ അറിയിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പാർട്ടി മാറുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നത്. BJP-യിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സുരേഷ് കുറുപ്പ് എന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. അടുത്തിടെ നമുക്കറിയാം പല CPM നേതാക്കളും ഇപ്പോൾ BJP-യിലേക്ക് മാറുന്ന കാഴ്ച കണ്ടു. നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾക്കാർ, അതോടൊപ്പം BJP-യുടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരായ പലരും ആലപ്പുഴയിലടക്കം നമ്മൾ കണ്ടു. ബിപിൻ സി ബാബു എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് BJP-യിലേക്ക് പോയത് നമ്മൾ കണ്ടു. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് മംഗലപുരത്തെ ഒരു മുതിർന്ന CPM നേതാവ് മുല്ലശ്ശേരി മധു, അദ്ദേഹം BJP-യിലേക്ക് പോയി. അത്തരത്തിൽ BJP-യിലേക്ക് CPM-ൽ നിന്നും ആളുകൾ പോകുന്ന ഒരു ട്രെൻഡ് കേരളത്തിൽ കണ്ടുവരികയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പും BJP-യിലേക്കാണോ എന്ന തരത്തിൽ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. എന്തായാലും അസംതൃപ്തരായ ഇത്തരം ആളുകൾ കൂടുമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായിസം, അതായത് പിണറായി ഒരു ഏകാധിപതിയെ പോലെ സർക്കാരിലും CPM-ലും പെരുമാറുന്നു എന്ന തോന്നൽ പല നേതാക്കൾക്കുമുണ്ട്. അത് തിരുവിതാംകൂറിലെ CPM നേതാക്കൾക്കിടയിലാണ് അതിശക്തമായി അത്തരം വികാരമുള്ളത്. അതുകൊണ്ടാണ് സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശർമ്മയെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലുമില്ല. അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ, അതായത് നേതൃ പദവിയിലേക്ക് ഉയരേണ്ട അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട നേതാക്കളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പും ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് എത്തി എന്ന സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പാർട്ടി വിടില്ല എന്ന് തന്നെയാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ, സൂചനകൾ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളിലൂടെയെങ്കിലും പുറത്തേക്ക് വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരു പാർട്ടി മാറ്റം കാണുകയാണെങ്കിൽ അതിൽ ഒരു അതിശയകരം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിൽ തന്നെയാണ് പാർട്ടിയുടെ നിലപാടും മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നവരുടെ നിലപാടുമൊക്കെ കേരള രാഷ്ട്രീയം കണ്ടുവരുന്നത്.